മൊബൈൽ സിമ്മുമായിട്ട് ബന്ധപ്പെട്ടൊരു പ്രശ്നമാണ്. ആരും സ്കിപ്പ് ചെയ്ത് പോകരുത്. ഇപ്പോൾ ആർക്കും എവിടെ ഇരുന്നും എവിടേക്ക് വേണമെങ്കിലും ഡിജിറ്റലായിട്ട് ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. എന്നാൽ സൗകര്യം കൂടുമ്പോൾ തന്നെ അതോടൊപ്പം ചില ബുദ്ധിമുട്ടുകളും ഉണ്ടാവാറുണ്ട്. മൊബൈൽ നമ്പർ മാറിയോ അക്കൗണ്ട് നമ്പർ മാറിയൊക്കെ ആളുകൾക്ക് ബൈ മിസ്റ്റേക്കിൽ ക്രെഡിറ്റ് പോകുന്നൊരു സംഭവങ്ങൾ ഉണ്ടാവാറുണ്ട്. എന്നാൽ ഇത് അതല്ല. മൊബൈൽ നമ്പറൊക്കെ കറക്റ്റായിരിക്കും. പക്ഷേ എത്തുന്നത് വേറെ ആൾക്ക്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു മൊബൈൽ സിമ്മ് ആ കമ്പനികൾ ഒരാൾ യൂസ് ചെയ്യാണ്ടിരുന്നാൽ 6 മാസം ഹോൾഡ് ചെയ്ത് വെക്കും. അത് കഴിഞ്ഞാൽ അതേ നമ്പർ വേറെ ആൾക്ക് ഇഷ്യൂ ചെയ്യും. അപ്പോൾ സ്വാഭാവികമായിട്ടും പണ്ട് യൂസ് ചെയ്ത ആൾ വല്ല ബാങ്കിൽ അക്കൗണ്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ അയാളത് അപ്ഡേറ്റ് ചെയ്തില്ല, വേറെ നമ്പർ കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അപ്പോഴും ആ നമ്പർ തന്നെ ആയിരിക്കും ആ ബാങ്കിൽ ഉണ്ടാവുക. അപ്പോൾ ഓൺലൈനായിട്ട് ട്രാൻസ്ഫർ ചെയ്യുന്ന ഫണ്ടുകളൊക്കെ ഇയാൾക്കായിരിക്കും ക്രെഡിറ്റ് ആവുക. കോൾ പോകുന്നത് ഇയാൾക്കായിരിക്കും. പക്ഷേ ഓൺലൈനായിട്ട് നമ്മൾ ഗൂഗിൾ പേ ഒക്കെ ചെയ്യുമ്പോൾ ആ പഴയ അക്കൗണ്ടിലേക്കായിരിക്കും എമൗണ്ട് പോവുക. അപ്പോൾ എത്രയും പെട്ടെന്ന് ഇത് ഇപ്പോൾ 1-2 റീസെൻ്റ്ലി ഇൻസിഡൻറ്റ് ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഇതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ആ മൊബൈൽ നമ്പർ എത്രയും പെട്ടെന്ന് ഇപ്പോൾ ഒരു ബാങ്കിലാണെന്നുണ്ടെങ്കിൽ ഒരു ബാങ്കിലാണ് ഈ 2 പേർക്കും അക്കൗണ്ട് എന്നുണ്ടെങ്കിൽ ഒരിക്കലും നടക്കില്ല. കാരണം ഒരു ബാങ്കിൽ അറ്റ് എ ടൈം ഒരു നമ്പർ ഒരാളുടെ അക്കൗണ്ടിൽ മാത്രമേ അപ്ഡേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ ഇയാൾക്ക് വേറെ ഒരു ബാങ്കിലാണ് അക്കൗണ്ട് എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും നമ്മൾ അയക്കുന്ന ഫണ്ടുകളൊക്കെ ഇയാൾക്കാർക്കും പോവുക. അപ്പോൾ എത്രയും പെട്ടെന്ന് ബാങ്കുമായിട്ട് ബന്ധപ്പെട്ട് അത് ക്യാൻസൽ ചെയ്യാനുള്ള നടപടി നമ്മൾ എടുത്തില്ലെങ്കിൽ ഒരുപാട് നഷ്ടങ്ങൾ നമുക്ക് ഭാവിയിൽ ഉണ്ടാവാം. ഓക്കെ.